വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ചില്ലി പ്രോൺസ്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം പ്രോൺസ് ആണ്. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ആയിരിക്കും ഉപ്പിട്ടത്, അത്രേ കാണും. ഉപ്പൊക്കെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതൊരു 15 to 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 30 മിനിറ്റ്സ് ഇരിക്കുന്നതാണ് നല്ലത്. അത്ര നേരം ഇരുന്നെങ്കിൽ അതൊന്ന് നന്നായിട്ട് പിടിച്ച് വരത്തുള്ളൂ. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഇനി ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട, വെള്ളം പോലെ ആയിപ്പോൾ. ഒരു വലിയ മുട്ടയായിരുന്നു, എൻ്റെ ഫുള്ള് ചേർത്തിട്ടില്ല. സ്റ്റവ് ഓണാക്കി പ്രോൺസ് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായി. പ്രോൺസ് വേകാൻ ഒരു 3 മിനിറ്റ് മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് അതിൻ്റെ കളറും മാറും, പ്രോൺസ് ഒന്നും വേകുകയില്ല. ഇനി ഇത് കോരിയെടുക്കാം. ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, മൂന്ന് പച്ചമുളക്, 3 ചുവപ്പ് മുളക്, സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള പോർഷൻ. അതിനിങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഇതൊരു 3 ടീസ്പൂൺ കാണാം.
സവോള ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്, അത് 1 കപ്പ്. ചുമപ്പ് ക്യാപ്സിക്കം അത് കട്ട് ചെയ്തതല്ലേ ഇങ്ങനെ, അത് 1 കപ്പ്. പച്ച ക്യാപ്സിക്കം അതുപോലെ കട്ട് ചെയ്താണ് 1 കപ്പ്. ഇനി ഇതിലേക്ക് പ്രോൺസ്, ഇതെല്ലാം 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് വാട്ടിയാൽ മതി. ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനീഗർ, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത്, വെള്ളുള്ളിയൻ, സ്റ്റൗ ഓഫ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചില്ലി പ്രോൺസ് റെഡിയായി. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എൻ്റെ പഴയ വീഡിയോസ് കാണാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.